ഓരോ തരത്തിലുള്ള പീലിനും പലതരത്തിലുള്ള എക്സ്ട്രാക്ട്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്കിന്നിന്റെ ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ അധികമായ സൺ എക്സ്പോഷർ പാടില്ല. കെമിക്കൽ പീലിംഗ് പല ഇൻഡിക്കേഷൻസിൽ ഉപയോഗിക്കാം. ആക്നെ കൊണ്ടുണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ആക്നെ സ്കാർസ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രെക്കിൾസ്, മെലാസ്മ, നമ്മുടെ കക്ഷം, കൈമുട്ട്, കാൽമുട്ട്, കഴുത്ത് എന്നീ ഭാഗത്തുള്ള പിഗ്മെന്റേഷൻസ്, ഇതൊക്കെ നീക്കാനായിട്ട് പലതരത്തിലുള്ള കെമിക്കൽ പീലിംഗ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കെമിക്കൽ പീലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു പാളിയിൽ നിയന്ത്രിതമായ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് സ്കിൻ റിജുവനേഷനിലേക്ക് വഴിതെളിക്കുക. നമുക്ക് പീലിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് കെമിക്കൽ പീൽ. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പീൽസ് കാണാനായിട്ട് പറ്റും. ഗ്ലൈക്കോലിക് പീൽ, മാൻഡിലിക് പീൽ, സാലിക് പീൽ, ഇങ്ങനെ ഗ്ലൂട്ടത്തൈൻ പീൽ, ഇങ്ങനെ പലതരത്തിലുള്ള പീലുകളുണ്ട്. ഓരോ പീലും പലതരത്തിലുള്ള എക്സ്ട്രാക്ട്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ പെർസെൻറ്റേജ് ഉണ്ട്. ഈ ഓരോ പെർസെൻറ്റേജും ഓരോ തരത്തിലുള്ള പീലിനും ഓരോ ഉപയോഗങ്ങളാണുള്ളത്. ചിലത് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻസിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു, ചിലത് സ്കിന്നിൻ്റെ ആക്നെ സ്കാറിനെയും കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കടുത്ത ആക്നെ, അതായത് ഗ്രേഡ് 2 ആക്നെ ഉള്ള ഒരു കുട്ടിയിലാണ്. ഇത് സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയറിലെ ആക്നെ സ്കാൾസുകളും ആക്നെ പാപ്യൂൾസ് ഒക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്നിന് റിജുവനേഷനും സ്കിന്നിൻ്റെ ഓയിൽനെസ്സും കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒപ്പം പീല് നമ്മൾ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നു. പീല് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വിത്തിൻ 2 to 3 days നമ്മൾ അധികമായ സൺ എക്സ്പോഷർ പാടില്ല.